തെക്കൻ മേഖലാ ജാഥയുടെ വിവരങ്ങളിലേക്ക് കൂടി പോകാമല്ലേ? ബിനോയ് വിശ്വമാണ് തെക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ. തൃശൂർ ജില്ലയിൽ ഇന്ന് വൈകിട്ട് പര്യടനം ആരംഭിച്ചിരിക്കുന്നു. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ഓട്ടുപാറയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപനം. സാരംഗ് ചേരുകയാണ്. സാരംഗ്, വികസന മുന്നേറ്റ ജാഥയുടെ പര്യടനം, തെക്കൻ മേഖലാ ജാഥയുടെ പര്യടനം ആരംഭിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, വലിയ രീതിയിലുള്ള ആഘോഷത്തോടു കൂടിയാണ് LDFിൻ്റെ തെക്കൻ ജാഥയുടെ പര്യടനത്തിന് ഇന്ന് തുടക്കമായത്. വടക്കാഞ്ചേരിയിൽ ഓട്ടുപാറയ്ക്ക് സമീപത്താണ് വലിയ ആഘോഷത്തോടെ ആരവത്തോടെ ഈ തെക്കൻ ജാഥയുടെ പര്യടനം തുടക്കമായത്. ഇപ്പോൾ നിലവിൽ എല്ലാ പരിപാടികളും പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ സംഘം, അതായത് തെക്കൻ ജാഥ സംഘം കുന്നംകുളത്തേക്കാണ് നീങ്ങുന്നത്. അവർ ഇപ്പോൾ തന്നെ ഇവിടുന്ന് നീങ്ങിയിട്ടുണ്ട്. എന്തായാലും 5 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. വലിയ ജനാവലിയോടുകൂടി തന്നെയാണ് ജാഥ ക്യാപ്റ്റൻ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ വലിയ ഒരു ആരവം തീർത്തുകൊണ്ടാണ് ഈ വേദിയിലേക്ക് എത്തിയത്. കൊട്ടും വാദ്യമേളഘോഷങ്ങളൊക്കെയായി, അതുപോലെ തന്നെ വിവിധ പ്രവർത്തകർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അങ്ങനെ സമസ്ത മേഖലയിലുമുള്ള തൊഴിലാളികൾ, സാധാരണക്കാർ ചേർന്നുകൊണ്ട് അകമ്പടി തീർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ജാഥ പര്യടനത്തിന് വലിയ ഒരു ആരവം തീർത്തത്. അങ്ങനെ വിശദമായിട്ടുള്ളൊരു ആഘോഷത്തോടു കൂടി ഈ തെക്കൻ മേഖലാ ജാഥയുടെ ആദ്യ പര്യടനം പൂർത്തിയായി. ഇനി ഇത്തരത്തിൽ കുന്നംകുളത്തേക്ക് നീങ്ങിയിരിക്കുകയാണ് ഈ സംഘം. നാളെയാണ് 2ാം ഘട്ട പര്യടനം നടക്കുന്നത്. അത് ചാവക്കാട് നിന്ന് ആരംഭിക്കും, രാവിലെ ആരംഭിക്കും. അതിനുശേഷം വൈകിട്ട് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്താണ് സമാപനം. വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഈ 3ാം ഘട്ട സമാപനം, തൃശ്ശൂർ ജില്ലയിലെ 3ാം ഘട്ടം ആരംഭിക്കുന്നത്. അത് പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് ചാലക്കുടി മണ്ഡലത്തിൽ വൈകിട്ട് 5 മണിയോട് സമീപിക്കും. എന്തായാലും ഇന്ന്, അതായത് ജാഥയുടെ ആദ്യ പര്യടനം ഇന്ന് ആയിരുന്നു. അത് വലിയ ആവേശത്തോടെ നടന്നു എന്നുള്ളതാണ്. പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളൊക്കെ തന്നെയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ സാധാരണക്കാർക്കായിട്ടുള്ള ജനങ്ങളെ ബോധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ സംസ്ഥാനത്ത് LDFിൻ്റെ ജാഥകൾ വിവിധ മേഖലകളിൽ നടക്കുന്നത്. നമ്മൾ കണ്ടുവരുന്നത് പോലെ തന്നെ എല്ലാ ജാഥകളിലും കണ്ടുവരുന്ന ഒരു ആവേശം അത് ഒട്ടും കുറയാതെ തൃശ്ശൂർ ജില്ലയിലും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ഒത്തുചേരുന്ന ഒരു വേദിയായി മാറുന്നു, രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട്, കേരളത്തോട് കാണിക്കുന്ന ജനദ്രോഹ നയങ്ങളൊക്കെ തന്നെയും ഈ പൊതുജനങ്ങൾ ഉൾപ്പെടെ ചർച്ചയാക്കുന്നു, അല്ലെങ്കിൽ അവർ പോലും സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ പോലും അതെല്ലാം ചർച്ചയാക്കുന്നു എന്നുള്ള കാര്യമാണ്. അങ്ങനെ വലിയ ആഘോഷത്തോടെ, ആരവങ്ങളോടെയാണ് ഈ പരിപാടി നടന്നത്. പരിപാടിക്ക് മുന്നേ തന്നെ വലിയ ആഘോഷമുണ്ടായിരുന്നു. നാടൻപാട്ട് ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളുടെ പ്രദർശനം. അങ്ങനെ വലിയ ആഘോഷത്തോടെ ഈ വടക്കാഞ്ചേരിയിലുള്ള പര്യടനത്തിന് സമാപനമായിരിക്കുന്നു. അതുപോലെ തന്നെ ജാഥ അംഗങ്ങളെ ബിനോയ് വിശ്വം, M സ്വരാജ്, മറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ചു. അതിനുശേഷമാണ് പ്രവർത്തകർ കുന്നംകുളത്തേക്ക് നീങ്ങിയിട്ടുള്ളത്. ഷമി, LDFിൻ്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ പര്യടനം ഇന്ന് തൃശ്ശൂരിൽ ആരംഭിച്ചിരിക്കുന്നു. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.